എഞ്ചിൻ 500cc ആണ്. ഇപ്പം മുമ്പ് പറഞ്ഞ മാതിരി തന്നെ കംപ്ലീറ്റ് ടാങ്കിൽ കംപ്ലീറ്റ് വെള്ളം മാത്രമല്ല ചെളി. അപ്പൊ ഇപ്പോഴത്തെ പെട്രോൾ നമ്മൾ സാധാരണ വെള്ളം പെട്ടെന്ന് മിക്സ് ആവുന്നതുകൊണ്ട് തന്നെ മൊത്തം ചെളിയും തീരുമ്പോൾ ഒന്നൊന്നര പണിയെടുത്തിട്ടുണ്ട്. കാർബറേറ്ററാണ് ഫുള്ള് ദ്രവിച്ചിട്ടുണ്ട്, ഉൾഭാഗത്തൊക്കെ കംപ്ലീറ്റ് ദ്രവിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും മാക്സിമം ക്ലീൻ ചെയ്താൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്പാർക്ക് പ്ലഗ് നോക്കണം. പിന്നെ സ്പാർക്ക് പ്ലഗ് തുരുമ്പ് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അയച്ചാൽ കിട്ടുമോ എന്നറിയില്ല. എപ്പോഴും സ്പാർക്ക് പ്ലഗ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഷെയ്ക്ക് ചെയ്ത് അയക്കാൻ നോക്കുക കേട്ടോ. ഒറ്റയടിക്ക് പിടിച്ച് തിരിക്കരുത്, പൊട്ടിപ്പോവും. തട്ടി അയച്ചെടുക്കുക, ഓർ ടൈറ്റിലൊക്കെ. എത്രത്തോളം വണ്ടി നിർത്തിയിട്ടെനുള്ള അറിയില്ല. അത് റെഡിയാണ് ഇട്ടത്, ഒക്കെ പോയി. ക്ലീൻ ചെയ്ത് നോക്കാം. ഒരു പോയിന്റ് കറണ്ട് ചെറിയ രീതിയിലാണ് വരുന്നില്ല എന്ന് തന്നെ പറയാം. അതൊന്ന് ക്ലിയർ ചെയ്യണം. നോക്കാം. സ്പാർക്ക് മാക്സിമം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ 0.8 ആണ് ഗ്യാപ്പ് വരെ. ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്ന വീഡിയോ ആണ് 500cc 500cc വീഡിയോ ചെയ്യാന്നുള്ളത്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു ടാസ്ക് ആണ്. ഇപ്പൊ സിലിണ്ടറിന്റെ ഒക്കെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല, നിർത്തിയിട്ടുണ്ട്. കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ അത്രയും വീക്കാണ്. ഫിഷിനൊക്കെ BDCയിലാണെന്നുണ്ടെങ്കിൽ മിക്കവാറും പോകൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെയാണ്. കറണ്ട് ഓക്കെയാണ് കേട്ടോ. നമുക്ക് ബ്ലൂ അല്ല, സ്ട്രോങ് ഇല്ല, യെല്ലോ ആണ് വരുന്നത്. ജോയിന്റ് ഒക്കെ റെസിസ്റ്റൻസ് കൂടുതലാണ്, കാരണം ക്ലാവ് പിടിച്ചായി.
കറക്റ്റ് സപ്ലൈ ഉണ്ടാവില്ല. വാവ് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ക്ലീൻ ചെയ്യണം. കംപ്ലീറ്റ് വർക്ക് എടുക്കാനുള്ള വണ്ടിയാണ്. പക്ഷെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. എഞ്ചിന്റെ കണ്ടീഷനൊക്കെ കിടക്കിയതിന് ശേഷം കണക്ടർ ഉണ്ടാക്കിയിടുന്നത്. ജോയിന്റ് അല്ലെങ്കിൽ സോൾഡർ ചെയ്തിടണം. തൽക്കാലം സ്റ്റാർട്ട് ചെയ്യാനുള്ളത് നോക്കാം. പെട്രോൾ എടുത്തായിരുന്നു ഇന്ന് കഴിക്കാൻ. പെട്രോൾ എടുത്തു. പിന്നെ ഒന്ന് എടുത്തോ, എല്ലാം എടുത്തോ. ഓക്കെ, ഇപ്പോൾ ബ്ലൂ ആയിട്ടുണ്ട്. നോക്കാം. പയമൂള് സി എഞ്ചിനൊക്കെ വളരെ റെയർ വണ്ടിയാട്ടോ. 500cc
ഇതിന്റെ പാർട്സ് ഒക്കെ കിട്ടാൻ, ഹെഡും സിലിണ്ടറൊക്കെ കിട്ടാൻ കുറച്ച് പാടായിരിക്കും. എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, പാർട്സ് കിട്ടാൻ കുറച്ച് പാടാണ്. ഒന്ന് കിക്ക് ചെയ്താ കിക്ക് കറണ്ട് ഉണ്ടോ ഇവിടെ? ഇനിമേൽ കിക്ക് ചെയ്ത് നോക്കട്ടെ കറണ്ട് വരുന്നുണ്ടോന്ന്. ഇല്ല. ഫ്യൂൽ ഹൗസ് എടുക്കാം. അപ്പോൾ വണ്ടിക്ക് കംപ്രഷൻ കുറവാണ്, നോക്കാട്ടോ. കംപ്രഷൻ ഇല്ല വണ്ടിക്ക്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് കിക്ക് ചെയ്ത് നോക്കാട്ടോ. എന്തെങ്കിലുമൊക്കെ അടിഞ്ഞ് കൂടിയിട്ടുള്ളതാണ്. ഓയിൽ അടിക്കുമ്പോൾ കൂടെ അടിക്കുമ്പോഴേ അങ്ങ് സീറ്റായി കെട്ടും. ഇല്ല. ഇല്ല. അടിച്ചടിച്ച അടിക്കുക. ഇനി നമുക്ക് പ്ലഗ് ഒന്ന് ഇട്ടോ കേട്ടോ. പഴയ പ്ലഗ് പോയി. ഇതല്ല മറ്റേ പ്ലഗ് ഇല്ലേ? ഇല്ല.
ട്രോഫി വണ്ടി സ്റ്റാർട്ടായിട്ടോ. പെട്രോൾ സംഭരമുള്ള പെട്ടെന്ന് റൈസാക്കി കഴിഞ്ഞാൽ വലിച്ച കുടിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും പഴക്കമുള്ള ഒരു കാർബറേറ്ററിന്റെ അവസ്ഥ മുമ്പ് കാണിച്ചു തന്നുണ്ട്. ഇത്രയും പഴക്കമുള്ള കാർബറേറ്റർ പുതിയ മോഡൽ CV കാർബറേറ്റർ കാണാൻ ഒന്നും അനുകൂല കാർബറേറ്റർ മാറ്റേണ്ടി വരും. അപ്പോൾ ഇത്രയും പഴക്കമുള്ള കാർബറേറ്റർ കുറച്ചൊന്ന് ഇതാക്കിയെങ്കിൽ ബുദ്ധിമുട്ട് ആരായിട്ട് ബുദ്ധിമുട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായെന്ന് മാത്രമേ ഉള്ളൂ. വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ നമ്മുടെ പുതിയ മോഡൽ കാർബറേറ്ററൊക്കെയാണ് എന്തിനു പറ്റും. അതാണ് പറഞ്ഞത് E20 കാർബറേറ്റർ ഏറ്റവും ന്യൂ ടെക്നോളജിയിലുള്ള കാർബറേറ്ററിനാണ് ഏറ്റവും വലിയ വിഷയമുള്ളത്. പഴയ മോഡൽ കാർബറേറ്ററിന് ഒരു വിഷയമല്ല കേട്ടോ. അതാണ് എൻ്റെ ഒരു അനുഭവത്തിലുള്ളത്. ഒന്നിട്ട് നോക്കാം. ഇതിന് ടയറിലൊക്കെ നല്ല സൗണ്ട് ഉണ്ട്, നല്ല ടൂൾസാണ്. ഇപ്പൊ അങ്ങനെ 500 cc സ്റ്റാർട്ടായി. വർഷങ്ങൾ നിർത്തിയിട്ട വണ്ടി നോക്ക് ചെറിയ രീതിയിൽ കാര്യമായിട്ടുണ്ടെങ്കിലും അപ്പൊ എന്തായാലും പിസ്റ്റൺ താഴെ ഭാഗത്തായിരുന്നു നിർത്തിയിട്ട സമയത്ത് കിടന്നെങ്കിൽ മുകൾ ഭാഗത്ത് എന്തായാലും റെസ്റ്റ് വരാൻ സാധ്യത ഉണ്ട്. പിസ്റ്റൺ ടോപ്പിനാണ് കിടക്കുന്നതെങ്കിൽ റെസ്റ്റ് വരില്ല. താഴെ ഭാഗത്ത് നിർത്തിയ സമയത്ത് എന്തായാലും അത് റെസ്റ്റ് പിസ്റ്റൺ ബോളിൽ സിലിണ്ടറിന്റെ ബോളിൽ എന്തായാലും ചെറിയ ഇതിലുണ്ടാവും. ചിലത് വിഷയമാറില്ല, ചിലത് കുറച്ച് കഴിയുമ്പോൾ ചെറിയൊരു സ്മോക്ക് വരുമ്പോൾ നോക്കാറുള്ളൂ. ഇപ്പം നിലവിൽ ഇപ്പം റോക്കറിന്റെ സൗണ്ടാണ് കൂടുതലുള്ളത്. ഇപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ എയർ ഫിൽറ്ററിന്റെ ഹോസ് കൊടുത്ത വണ്ടി സ്റ്റാർട്ടാവും. ഞാൻ ഇവിടെ നമ്മൾ ഓട്ടോ ചോക്ക് കൊടുത്തതിന് ശേഷമാണ് വണ്ടി സ്റ്റാർട്ടായത്. അപ്പം ഏതായാലും ഇതാണ് 500 cc എന്ന വണ്ടി. അപ്പൊ ഇത് നമ്മളിനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ബാക്കിയുള്ള റോക്കർ കാര്യങ്ങൾ അതിന്റെ ടാപ്പറ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം. ഇന്ന് ടാങ്ക് വെക്കണം. ടാങ്ക് തന്നെ ആകെ കഷ്ടമാണ്, അങ്ങേറ്റം കഷ്ടമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടാങ്കിൽ ചെളി വെള്ളമായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഫസ്റ്റായിട്ട് എങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിട്ടുന്നത്. അത്രത്തോളം കുറേ അധികം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ടാങ്ക് ഒന്ന് വൃത്തിയായത്. അപ്പം ഒരു CI എഞ്ചിൻ 500 cc ആണിത്. അപ്പൊ ഏതൊരു പഴയ വണ്ടികളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ആവാനുള്ള കാരണം അതിന്റെ ക്വാളിറ്റി തന്നെ, ബിൽഡ് ക്വാളിറ്റി തന്നെ, യാതൊരു സംശയമില്ല. കാർബറേറ്ററിന്റെ ആയാലും ഏത് കാര്യങ്ങളായാലും ഇലക്ട്രോണിക്സിൽ യാതൊരു കോംപ്ലിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സർക്യൂട്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ആവും. അതാണ് പ്രത്യേകത. അറിയുന്നവർ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ട് ആവും. നേരെ മറിച്ച് പുതിയ മോഡൽ വണ്ടികൾക്കാണ് കൂടുതൽ നിർത്തിയിട്ട് കഴിഞ്ഞാൽ വിഷയങ്ങൾ കൂടുതൽ വരുന്നത്. അപ്പോൾ E20 പെട്രോൾ എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന അടിസ്ഥാനത്തിലാണ് വീണ്ടും പറയുന്നത് CNG E20 കിറ്റ് ഉണ്ടോ. അതിനൊന്നും E20 കിറ്റൊന്നും ആവശ്യമില്ലെന്നേ. അങ്ങനെ തന്നെ ഓടിക്കോളൂ. ഇടയ്ക്ക് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാർബറേറ്റർ ക്ലീൻ ചെയ്യുക. നിർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്കൊന്ന് കാർബറേറ്റർ ക്ലീൻ ചെയ്യുക. നിർത്തി തന്നെ വണ്ടിയിൽ ഒരു കാരണവശാലും പെട്രോൾ വെച്ചിട്ട് നിർത്തിയിടാതിരിക്കുക, ലോങ് ടൈം പാർക്ക് ചെയ്യാതിരിക്കുക. എന്നാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഓക്കെ. അതേമാതിരി സിലിണ്ടറിന്റെ പ്ലഗ് വെച്ചിട്ട് ഞാൻ നേരത്തെ ചെയ്തമായിട്ട് കുറച്ച് ഓയിലും കൂടി പോയത് കഴിഞ്ഞാൽ കിക്ക് ചെയ്ത് വെക്കുക. സിലിണ്ടർ ബോൾ കംപ്ലീറ്റ് ഓയിൽ ഒരു കവറിങ് ഉണ്ടാവും, അതുകൊണ്ട് അവിടെ തീർന്നു മുടിക്കില്ല. അത് നിർത്തിയിടുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിർത്തിയിട്ടതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചെന്നാണ്. സത്യമായി 1-2 മണിക്കൂർ സമയം എടുത്തിട്ട് കാർബറേറ്ററിനെ ക്ലീൻ ചെയ്തെടുക്കാൻ. അത്രയ്ക്കും ദ്രവിച്ചു പോയിട്ടുണ്ട് ഉള്ളിലൊക്കെ. അത് ക്ലാവ് നിന്നിട്ട് പെട്രോൾ ഒന്നിൻ്റെ ഇതിലാണ് സംഭവിച്ചത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.